ജയേശു ആഗ്ര ആർച്ച് ഡയസസിൻ്റെ കത്തീഡ്രൽ പള്ളിയുടെയും ബിഷപ്പ് ഓഫീസിൻ്റെയും ോട് ചേർന്ന് ആ കൊമ്പടി തന്നെ സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് കാണുവാനും അതിൻ്റെ ക്യാമ്പസ് കാണുവാനും സാധിച്ചു. അവിടെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ, വളരെ ആകാംക്ഷയോടെ ഞങ്ങൾ നോക്കിക്കണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കാർഗിൽ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ടാങ്കറും ഒപ്പം ഒരു യുദ്ധ വിമാനവും അവിടെ ഒറിജിനൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് 1962-ലും 63-ലും പഠിച്ചിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവർ പിന്നീട് എയർഫോഴ്സിൻ്റെ ചീഫ് കമാൻഡിംഗ് ഓഫീസറായും മറ്റൊരാൾ IAS സെക്രട്ടറിയും, ഇന്ത്യയുടെ IAS സെക്രട്ടറിയുമായിട്ട് മാറി. ആ സമയത്ത് അവർ നൽകിയതാണ് അത്. ഇത് ബോംബ് വർഷിക്കുന്നല്ലേ? ബോംബിടുന്നല്ലേ? അപ്പോൾ അത് നമ്മുടെ GPS വഴി ഇൻഫ്രാറെഡ് വഴിയാണ് പോകുന്നത്. അത് നമ്മൾ ടാർഗറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം പിന്നെ ഒരു രക്ഷയില്ല, സംഭവം തകർത്തിരിക്കും. ഇതൊക്കെ പണ്ടത്തെ ഇതിനകത്ത് ചെറുകിൻ്റെ അടിയിൽ അങ്ങനെ ഇതില്ല, പഴയ സിസ്റ്റം. ക്യാമ്പസിൽ ഷിബുവച്ചൻ്റെ മേൽനോട്ടത്തിലുള്ള ഒരു പ്രസ് കാണുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ജർമ്മനിയിൽ നിന്ന് ഹൈഡൽബർഗിൻ്റെ ഒരു മെഷീൻ, സെക്കൻഡ് ഹാൻഡ് മെഷീനാണ് അത്, ഈയിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പ്രസിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടെ സജീവമാക്കിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സോഷ്യൽ സർവീസിന്, ആഗ്ര ഡയസിൻ്റെ സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുവാനായിട്ടാണ്. അത് ഈ അടുത്ത നാളുകളിൽ, വരും വർഷങ്ങളിൽ ആ ഒരു ലക്ഷ്യം സാധ്യമാകുമെന്ന് അച്ഛനിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സാധ്യമാകുവാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. അങ്ങനെ മനുഷ്യർക്ക് നന്മ ചെയ്യുവാൻ, നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വരുവാനായിട്ട്, ഈ ക്യാമ്പസൊക്കെ കാണുവാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു.